ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. ഞങ്ങൾ 3 പേര് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ആയില്ലേ വീഡിയോ ഇട്ടിട്ട്. എന്താ പറയുക, ഈ വീഡിയോ കുറച്ച് മുന്നേ എടുത്ത് വെച്ചതാണ്. എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലാഗായി പോയിട്ടോ. അപ്പോൾ ഇതാ ഉമ്മ പോയിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിലത്തെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ രാവിലെ തന്നെ മുഖമൊക്കെ കഴുകി ഫ്രഷായി വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അജ്മിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അജ്മി പുട്ടുപൊടി എടുത്തിട്ട് നമുക്ക് അളവെന്ന് അറിയില്ല, ഒരു ഭാഗത്തിലൊക്കെ ഉണ്ട്, എടുത്തിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ തിളച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുത്ത ക്വാണ്ടിറ്റിനെക്കാട്ടും കുറച്ചും കൂടി കാണിക്കും. അപ്പോൾ ഒരു ഏകദേശം ഒരു അളവിലൊക്കെ എടുത്ത് അത് അവിടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പയും ഞങ്ങളൊക്കെ കൂടി ഇരുന്നിട്ട് ഒന്ന് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നെറ്റ് അവിടെ തേങ്ങ ചിരകുന്നുണ്ട്. മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനങ്ങനെ ഡെയിലി കട്ടൻ ചായ ഒന്നും കുടിക്കാറില്ല, വല്ലപ്പോഴേ കുടിക്കാറുള്ളൂ കേട്ടോ. ഒരു മൂടാണ്, ഇന്ന് കട്ടൻ ചായ കുടിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു കട്ടനൊക്കെ കുടിക്കും. മൂട് പോലെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ കുടിക്കാറില്ല. അപ്പോൾ അന്നൊരു കട്ടൻ ചായയൊക്കെ കുടിച്ചു, ബിസ്ക്കറ്റൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കട്ടനൊക്കെ കുടിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുട്ടുണ്ടാക്കാൻ നോക്കി. മാലിക്ക് എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ മാലിക്ക് നല്ല ഉറക്കമാണ്. അപ്പോൾ മാലിക്ക് എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അതാ പുട്ടൊക്കെ ഉണ്ടാക്കി ശരിയാക്കുന്നതിൻ്റെ ഉള്ളിൽ മാലിക്ക് എഴുന്നേറ്റ് വന്നു. അപ്പം ഇന്ന് ഭയങ്കര നല്ല കൂൾ മൈൻഡായിട്ടാണ് ആൾ എണീച്ച് വന്നിട്ടുള്ളത്. വലിയ സീനൊന്നുമില്ല. അവൻ്റെ എന്താ പറയുക, മൂഡ് പോലെ ഇരിക്കും. കാരണം ചില സമയത്ത് അവൻ ഭയങ്കര ദേഷ്യവും, ചില സമയത്ത് ഭയങ്കര വാശിയും, ചില സമയത്ത് ഭയങ്കര കരച്ചിലും. അങ്ങനെ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. അത് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ശിവരാജിൻ്റെ അടുത്ത് മോനുണ്ട്. നമ്മൾ ചോറിനുള്ള തീ വെച്ചു. അത് കഴിഞ്ഞിട്ട് പുട്ട് കുറച്ചും കൂടി ചുട്ടെടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. മോന് ശിവരാജിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടം കൂടി പൊരിക്കാണ്ടായിരുന്നു, അതും കൂടി പൊടിച്ചെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ചായ അടിക്കുകയാണ് കേട്ടോ. പുട്ടും പപ്പടം കറി ഉണ്ട്, പക്ഷെ ഞാൻ കറി എടുത്തിട്ടില്ല. മീൻകറി, തലേ ദിവസത്തെ മീൻകറി നമ്മൾ പുട്ടിക്കൊക്കെ എടുക്കില്ല. അപ്പം ഞാൻ പുട്ടും പപ്പടം കഴിച്ചു. അപ്പോൾ മാലിക്കുന് ഇതുപോലെ കൊടുക്കും കേട്ടോ. അവന് കഴിച്ചോളും, അവനക്ക് ആവശ്യമുള്ളത് അവൻ കഴിക്കും. പിന്നെ അത്ര ഫിനിഷായിട്ട് വളരെ വൃത്തിയിൽ നീറ്റായിട്ടൊന്നും കഴിക്കില്ല. കുട്ടികളല്ലേ, അവൻ്റേതായ രീതിയിലൊക്കെ തന്നെ കഴിക്കുള്ളൂ. പക്ഷെ അവന് ഒരുപാട് മെച്ചപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ, നീറ്റായിട്ട് കഴിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവനക്ക് ആവശ്യമുള്ള കഴിച്ചിട്ട് അവൻ അവിടെ വെച്ചിട്ട് പോവും. അപ്പോൾ അവൻ അവിടെ ഒതുങ്ങി നിന്നാൽ നമ്മൾ വാരി കൊടുക്കണമെന്ന് വല്ലാണ്ട് ഇഷ്ടമല്ല. പിന്നെ അവൻ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വാരി കൊടുക്കണമെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ അവൻ പറയും ഞാൻ കഴിച്ചോളാം എന്ന് പറയും. അപ്പോൾ അവനത് കഴിച്ച് അവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവന് ഡ്രസ്സൊക്കെ മാറ്റി പമ്പേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റി. അപ്പോൾ എനിക്ക് ഒന്നില്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ബാത്റൂം പോകാണ്ടാവും, അല്ലെങ്കിൽ ഫുഡ് കഴിഞ്ഞിട്ട് ബാത്റൂം പോകും. അപ്പോൾ അവൻ്റെ ബാത്റൂം പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവനെ അവിടെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ജസ്റ്റൊക്കെ ഒന്ന് മേലേക്ക് എടുത്ത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കൊടുക്കും. കുളി പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ കുളിപ്പിച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പം ഞാനിത് വാഷിംഗ് മെഷീനിൽ തിരുമ്പാൻ വേണ്ടിയിട്ടുള്ളത് ഇടാണ്. നമുക്ക് കുറേ തിരുമ്പാണ്ട്. അപ്പോൾ കുഞ്ഞമ്മേൻ്റെ മക്കളതൊക്കെ തിരുമ്പാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിരുമ്പാണ്ടായിരുന്നു കേട്ടോ, ലോഡ് തിരുമ്പാണ്ടായിരുന്നു. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം ഒരു ലോഡ് ഇട്ടു. അപ്പോൾ നമ്മളത് ഓണാക്കുന്ന ടൈമിൽ കറണ്ട് പോയിട്ടോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഉപ്പ നോക്കിക്കോളാം. ഉപ്പയായിരുന്നു വാഷിംഗ് മെഷീനിൽ വെള്ളം മാറ്റിയെന്നും തിരുമ്പി ഫ്രഷാക്കി തന്നതൊക്കെ ഉപ്പയായിരുന്നു കേട്ടോ. പിന്നെ ഉണക്കലൊക്കെ ഉണക്കി ചെയ്തെന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോയി ഉണക്കാണ്ടായിരുന്നു. നമ്മൾ വാഷിംഗ് മെഷീനിൽ ഉണക്കിയാലും ചെറിയൊരു നനവുണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അയൽമിട്ട് ഉണക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ പയർ വന്നിട്ട് ഉപ്പേനെ പയർ നന്നാക്കി വെക്കുന്നുണ്ട്. ഉപ്പയും മാലിക്കും കൂടിയിട്ട് ആ ഒരു ഗ്യാപ്പിൽ പോയിട്ട് ഞാൻ മീൻ കഴുകാൻ നിൽക്കാം കേട്ടോ. അത് നല്ല നുറുക്ക് മീനായിരുന്നു, എൻ്റെ ആയിരുന്നു, കേര എന്ന് പറഞ്ഞ മീനായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല റെഡ് കളറായിട്ട് ഇരിക്കുന്നുണ്ട് മീൻ്റെ ഇറച്ചിയൊക്കെ. അപ്പോൾ ഉപ്പ് ഇതുപോലെ തല കട്ട് ചെയ്യില്ല കേട്ടോ. എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ്, കറി വെച്ച തല. അപ്പോൾ അത് കടക്കാർക്കും അറിയാം, ഇപ്പോൾ സ്ഥിരം മീൻ വാങ്ങുന്ന ആൾക്കാർക്കും അറിയാം. അവർ തല വെട്ടില്ല. എങ്ങാനും അവർ മറന്ന് വെട്ടുകയാണെങ്കിൽ ഇപ്പോൾ പറയും അത് മുളക്കില്ല, അതാ വെട്ടണ്ടെന്ന്. അപ്പോൾ എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തല അതിലുണ്ടാവും, കറിയിൽ എനിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ള പീസൊക്കെ പോയാലും തല എനിക്ക് വേണ്ടി അതിൽ തന്നെ ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തല.
അപ്പോൾ ഇപ്പോൾ ഇതാ വാഷിംഗ് മെഷീനിൽ നെക്സ്റ്റ് ട്രിപ്പ് ഇട്ടിട്ട് സോപ്പും പൊടിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനിത് കറിക്കുള്ള ഐറ്റംസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിവരാജ് വേപ്പിൻ്റെ ഇല പൊട്ടിച്ച് കഴുകി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് ഇട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറി നല്ല വാട്ടിയിട്ടാണ് വെക്കുക. എനിക്ക് അങ്ങനെ വെക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇട്ട് വെക്കാം. അപ്പോൾ കറിയൊക്കെ അതവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ മാലിക്കും അവിടെ അവനക്ക് കളിപ്പാട്ടം ഒരു ലോഡുണ്ട്, അതായിട്ട് അവനങ്ങനെ വലിയ പ്രശ്നമില്ലാണ്ട് കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇടയ്ക്ക് തന്നെ തോളിലൊക്കെ വന്ന് എടുക്കാനൊക്കെ പറഞ്ഞു വരും. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ സോപ്പിട്ട് അവിടെ വെക്കും. അപ്പോൾ അവന് കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അവന് കുറേ നേരം കളിപ്പാട്ടായിട്ട് കളിക്കും. പിന്നെ മടുത്ത് കഴിഞ്ഞാൽ വന്നിട്ട് നമ്മളെങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് പോവും. പിന്നെ അതിൻ്റെ ഇടയിൽ അവന് മുറ്റത്ത് പോവും. പിന്നെ ശിവരാജ് കുളത്തിൽ നിന്ന് കുറച്ച് മീൻ പിടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അവറ്റങ്ങളായിട്ടാണ് കളി. അവറ്റങ്ങൾ അപ്പുറത്തെ പാത്രത്തിക്കിടുക അങ്ങനെ. അവറ്റങ്ങൾ എന്താ പറയുക, ഭയങ്കര ഒരവസ്ഥയിലാണ് ആ മീനുകളിപ്പോൾ. പക്ഷെ ഞാൻ വിചാരിക്കും ഓക്കെ അവിടെ കളിച്ചിരിക്കട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. എങ്ങനെ ആ മീൻ ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ ഉമ്മയെ പോയി പറഞ്ഞിട്ട് ഓടി വരും ചെയ്യട്ടോ. അപ്പം ഞാനതെടുത്ത് ശരിയാക്കി കൊടുക്കും ചെയ്യും, മീൻ അയക്കാൻ ഇട്ട് കൊടുക്കും. പിന്നെ കൂടുതലായി എന്ന് എനിക്ക് തോന്നി ഞാൻ ആ മീനെ മാറ്റി വെക്കും. എന്തിനാ വെറുതെ പാവം കേൾക്കണേ. പിന്നെയും വാശി പിടിച്ച് കരയും. അങ്ങനെ നമ്മളത് ഇടയ്ക്ക് മീനെ തോട്ടിൽ നിന്ന് പിടിച്ചിട്ട് നമ്മൾ കിണറ്റിൽ കൊണ്ടുവന്നിടും കേട്ടോ. നമ്മൾ കുളിക്കാനൊക്കെ കുടിക്കാൻ ഉപയോഗിക്കാത്ത കിണറ്റിൽ കൊണ്ട് നമ്മൾ മീനിടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ ഉണക്കി കഴിഞ്ഞാൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയലുമ്പം കൊണ്ടുപോയി നമ്മൾ ഉണക്കിയിടാണ്. അത്യാവശ്യം വെയിലുണ്ട്. രാവിലെ നല്ല മഴയാണെങ്കിലും ഉച്ചയായപ്പോൾ വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പത്തിന് ഇതപ്പായിരുന്നു ഞാൻ ഉപ്പേരിക്കുള്ളതൊക്കെ സെറ്റായിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചു. അപ്പോൾ നമ്മൾ ചോറ് വെക്കലും കറി വെക്കലും മീൻ പൊരിക്കലും ഉപ്പേരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീതേനെയും അടുപ്പൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കിയിടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, നമ്മളിപ്പോൾ പെട്ടെന്ന് ഒക്കെ ചെയ്തു വെക്കും. കാരണം മാലിക്ക് ഒരു ഏകദേശം ഒരു 12:30-1 മണി വരെ ഓക്കെ ആയിട്ടിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവനക്ക് ഉറങ്ങണം, പിന്നെ അവൻ്റെ കാര്യങ്ങൾ നോക്കണം, ഫുഡ് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പണികൾ അവിടെ കിടക്കുമല്ലോ. അപ്പം മാക്സിമം അതിൻ്റെ മുന്നേ തന്നെ തീർക്കാൻ നോക്കും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ടൊക്കെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ തുടപ്പൊക്കെ അത്യാവശ്യം തിരുമ്പാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിൽ പിന്നെ മാലിക്കുവിനെ ഞാൻ കാണിക്കാത്തതാണ് കേട്ടോ. കാരണം അവനവിടെ ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില സമയത്ത് അവനെ പോയി വീഡിയോ എടുക്കുമ്പോൾ അവനക്കത് ഇഷ്ടപ്പെടില്ല. അവന് കരിയും, ഈ വീഡിയോ എടുക്കണ്ട അവൻ്റെ കരിയും. അപ്പോൾ പിന്നെ ഓക്കെ എടുക്കണ്ട, അപ്പോൾ ഞാൻ അവനെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ തിരുമ്പാണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം അതിൽ ചളിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായി വരച്ചിട്ട് അത് വൃത്തിയാക്കിയിട്ട് നമ്മളത് കൊണ്ടുപോയി ഉണക്കി. പിന്നെ ഏറ്റവും വലിയ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് വാർപ്പിൻ്റെ മേലൊക്കെ കൊണ്ടുപോയി ഉണക്കാട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുളിക്കാൻ കയറി അതേ സമയത്ത് നല്ല മഴ പെയ്തു. അതൊക്കെ എന്താ പറയുക നനഞ്ഞു. നമുക്ക് 8-ൻ്റെ പണി കിട്ടി. അപ്പോൾ അത് ഇനി ഉണക്കാനുണ്ട്. കാരണം എല്ലാം അത് നനഞ്ഞു. പെട്ടെന്നായിരുന്നു മഴ വന്നത്. പിന്നെ ഞാൻ കുളിക്കുമായിരുന്നു, അതുകൊണ്ടൊന്നും നക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ തിരുമ്പിയത് ഉണക്കിയതൊക്കെ നനഞ്ഞു കേട്ടോ. അതായത് നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളൊന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിത്യ സ്കൂളിൽ വയ്ക്കുകയാണ്. അവൾക്ക് 1 മണി വരെ 1:30 വരെ സ്കൂളുള്ള ആൾ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.